ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോണത്. ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്, കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടാൻ പോണൊരു റെസിപ്പിയാണെന്ന്. കേക്കിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിനകത്താണ് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 3 മുട്ടയാണ് ഈ റെസിപ്പിക്ക് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1/4 കപ്പിനേക്കാളും കുറച്ച് കുറവ് വെജിറ്റബിൾ ഓയിലാണ്. അത് ഏകദേശം ഒരു 70 ml ആണ് നമ്മൾ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. ഈ റെസിപ്പിക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ 1/4 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാട്ടോ ഉള്ളത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ 3 പ്രാവശ്യം ആയിട്ട് ഇടുന്നത്. ഈ 3/4 കപ്പ് പഞ്ചസാര ചേർക്കുമ്പോൾ നമുക്ക് ലൈറ്റായിട്ടുള്ളൊരു മധുരമാണ് ഉണ്ടാവുക. നല്ല മധുരം വേണ്ടവരാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര വരെ നമുക്ക് ചേർക്കാം. പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല, സാധാരണ നമ്മുടെ നോർമൽ പഞ്ചസാര തന്നെ. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ആഡ് ചെയ്യുന്നത് തൊലിയോട് കൂടിയിട്ടുള്ള 2 ഓറഞ്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ജ്യൂസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓറഞ്ച്. എന്നിട്ടത് മിക്സിയുടെ ജാറിൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ചെറിയ ചെറിയ ഓറഞ്ചിൻ്റെ തൊലി ഇങ്ങനെ പീസസ് ആയിട്ടൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ആ ചെറിയ കഷ്ണങ്ങൾ മാറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് മൈദ എടുത്തു. അതിൽ ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇടുന്നത്. ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. അതിനകത്ത് ലംസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഓറഞ്ചിൻ്റെ മിക്സിലേക്ക് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് അതിങ്ങനെ മിക്സ് ചെയ്ത് കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്യണ്ട, കുറച്ച് മാത്രം നമ്മൾ ജസ്റ്റ് ഇതെല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ആവുന്ന പോലെ വെറുതെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മളൊരു കേക്ക് പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ തടവി കുറച്ച് മൈദ ആ പാനിലിട്ടിട്ട് വെറുതെ ഒന്ന് നമുക്ക് ഡസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ മിക്സ് ബേക്കിംഗ് പാനിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്കായിരിക്കണം നമ്മൾ എപ്പോഴും കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 40 മിനിറ്റ്സാണ് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് ടൈം ശരിക്കും ഓരോ ഓവനനുസരിച്ച് കുറച്ചൊക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 30-35 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊക്കെ കുത്തി നോക്കുമ്പോൾ ഡ്രൈ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ആ കേക്ക് അത്രയും നേരം ബേക്ക് ചെയ്താൽ മതിയാവും. പിന്നെ കേക്ക് വെന്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓവനിൽ നിന്ന് മാറ്റിയിട്ട് പുറത്തേക്ക് എടുത്ത് തണുക്കാനായിട്ട് വെക്കാം. തണുക്കാൻ എടുക്കുന്ന ടൈമിൽ നമ്മളെപ്പോഴും അതിൻ്റെ സൈഡ്സ് പതുക്കെ ഒന്ന് ആ പാനിൽ നിന്ന് പിടിച്ചു കൊടുത്താൽ അതിൻ്റെ സൈഡ്സൊക്കെ ഹാർഡാവാതെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് തന്നെ കിട്ടും. ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക്. ഉണ്ടാക്കാനായിട്ട് നല്ല ഈസിയാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും മടുപ്പ് തോന്നില്ല. കുറച്ചിങ്ങനെ റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഓറഞ്ച് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടാൻ പോകുന്നൊരു കേക്കാണ്. എല്ലാവരും ഈ കേക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണും വരെ. ബൈ, ടേക്ക് കെയർ.